എല്ലാവർക്കും നമസ്തേ. ഞാൻ സിന്ധു സതീശൻ. എന്തിനായിരിക്കും നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങരുത് ഇങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടായിരിക്കും? അത്യാവശ്യമാണെങ്കിൽ മാത്രം സ്വർണം വാങ്ങിയാൽ മതി. ഇങ്ങനെയാണ് അദ്ദേഹം തെലങ്കാനയിലെ തലസ്ഥാനമായ ഹൈദരാബാദിൽ വെച്ചുള്ള ഒരു പൊതുയോഗത്തിൽ, ഒരു പൊതുപരിപാടിയിൽ നമ്മുടെ ഭാരതത്തിലെ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നു. എന്തിനായിരിക്കും? ഇറാൻ അമേരിക്കൻ യുദ്ധം അനിശ്ചിതകാലത്തേക്ക് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ലോകത്തെ ആകമാനം എല്ലാ രാജ്യങ്ങളെയും നന്നായിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ധനത്തിന്റെ ഉപയോഗത്തിലും സ്വർണം വാങ്ങുന്നതിന്റെ കാര്യത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഒരു വർഷത്തേക്ക് കുറയ്ക്കണമെന്ന് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് 2 മാസത്തേക്കുള്ള ഇന്ധനത്തിന്റെ കരുതൽ ഉണ്ടെന്ന് അന്ന് പറഞ്ഞെങ്കിലും ആ പ്രസ്താവന നടത്തിയിട്ട് ഇന്നത്തേക്ക് 46 ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. അതായത് ഇനി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഇന്ധനത്തിന്റെ സംരംഭത്തിന്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ സംഭവിക്കാം. ഇനി ഇതിനിടയിൽ യുദ്ധം അവസാനിക്കുമോ, അതല്ല ഇനി അനിശ്ചിതകാലത്തിലേക്ക് യുദ്ധം നീണ്ടുപോകുമോ ഒന്നും ആർക്കും പറയാൻ കഴിയില്ല, അല്ലെങ്കിൽ അറിയില്ല. ലോകത്തിലെ മറ്റു രാജ്യങ്ങൾ അഭിമുഖീകരിച്ച പ്രതിസന്ധിയുടെ അത്രയും ഒരു പ്രശ്നങ്ങളൊന്നും നമ്മുടെ ഭാരതത്തിൽ ഇതുവരെ നേരിട്ടിട്ടില്ല എന്നത് സത്യമാണ്. എന്നാൽ ഒരു വർഷത്തേക്ക് സ്വർണം അത്യാവശ്യക്കാരല്ലാതെ മറ്റാരും വാങ്ങരുത് എന്ന ആഹ്വാനം അങ്ങനെ വെറുതെ പറഞ്ഞതല്ല ശ്രീ നരേന്ദ്രമോദിജി. അതിന്റെ പിന്നിൽ ഒരു വലിയ സാമ്പത്തിക ശാസ്ത്രമുണ്ട്. ഇത് മനസ്സിലാക്കാത്തവരോ അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലാകാത്ത മട്ടിൽ ഭാവിക്കുന്നവരോ ആണ് ശ്രീ നരേന്ദ്രമോദിജി വിമർശിക്കുന്നത്. രാജ്യത്തിന്റെ വിദേശ നാണ്യ കരുതൽ ശേഖരം ലാഭിക്കുന്നതിനുള്ള വിവിധ നടപടികളുടെ ഭാഗമായിട്ടാണ് സ്വർണം ഒരു വർഷത്തേക്ക് അത്യാവശ്യക്കാരല്ലാത്തവർ വാങ്ങരുത് എന്ന് പറഞ്ഞത്. എന്തുകൊണ്ടാണ് സ്വർണം വാങ്ങരുത് എന്ന് പറയുന്നത്? ആഗോള ചരക്ക് വിലയിലെ വർധനവും അന്താരാഷ്ട്ര വിതരണ ശൃംഖലയിലെ വർദ്ധിച്ചു വരുന്ന അനിശ്ചിതത്വവും കാരണം ഭാരതത്തിന്റെ കരുതൽ ശേഖരത്തിൽ ഇപ്പോൾ കുറവുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മെയ് 1 അവസാനിച്ച ആഴ്ചയിൽ നമ്മുടെ വിദേശ നാണ്യ കരുതൽ ശേഖരം $7.794 ബില്യൺ കുറഞ്ഞ് ഇപ്പോൾ $690.693 ലക്ഷം കോടി എത്തി. ഈ കുറവ് നമ്മുടെ ഭാരതത്തിന്റെ സാമ്പത്തിക ശേഷിയെ വളരെയേറെ ബാധിക്കുന്നതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപഭോക്താക്കളിൽ ഒരു രാജ്യമാണ് നമ്മുടെ ഭാരതം. നമ്മുടെ ഭാരതം എല്ലാ വർഷവും ഏകദേശം 700 മുതൽ 800 ടൺ സ്വർണം വരെ ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സ്വർണം വെറും 12 ടൺ മാത്രമാണ്. അതായത് നമ്മുടെ സ്വർണ്ണ ആവശ്യത്തിന്റെ 90% ഇറക്കുമതിയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇറക്കുമതി ചെയ്യുന്ന സ്വർണം രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള പുനരുൽപാദന പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, വ്യാവസായിക ഉൽപാദനത്തിലോ വലിയ തോതിലുള്ള കയറ്റുമതിയിലോ സംഭാവനയൊന്നും ചെയ്യുന്നുമില്ല. എന്നാൽ ഈ സ്വർണത്തിന് വിദേശ കറൻസിയുടെ വൻതോതിലുള്ള ഒഴുക്കും അത്യാവശ്യവുമാണ്. 2025-26 സാമ്പത്തിക വർഷത്തിൽ ഭാരതത്തിന്റെ സ്വർണ്ണ ഇറക്കുമതി റെക്കോർഡ് $72 ലക്ഷം കോടി. എന്നാൽ 2025 സാമ്പത്തിക വർഷത്തിൽ ഇത് $58 ലക്ഷം കോടി. അതായത് മുൻ വർഷത്തേക്കാൾ 24% വർധനവ്. ഭാരതത്തിന്റെ മൊത്തം ഇറക്കുമതി ബില്ലിന്റെ ഏകദേശം 9% സ്വർണമാണ്. ഇത് ക്രൂഡ് ഓയിൽ കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും വലിയ ഇറക്കുമതി വിഭാഗങ്ങളിൽ ഒന്നാണ്. യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോളർ നമ്മുടെ സാമ്പത്തിക മേഖലയിൽ അനാവശ്യ സമ്മർദ്ദം ചെലുത്തുന്നത് ഒഴിവാക്കാൻ അത്യാവശ്യമല്ലാത്ത ഇറക്കുമതികൾ നിയന്ത്രിക്കുക എന്ന നയമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടേത്. ഭാരതത്തിൽ പ്രത്യേകിച്ച് വിവാഹങ്ങളിലും ഉത്സവങ്ങളിലും സ്വർണത്തെ പലപ്പോഴും ഒരു ഗാർഹിക നിക്ഷേപമായി സമ്പത്തിന്റെ കരുതലായി കാണും. എന്നിരുന്നാലും ഒരു സൂക്ഷ്മ സാമ്പത്തിക കാഴ്ചപ്പാടിൽ കനത്ത സ്വർണ്ണ ഇറക്കുമതി വിദേശ നാണ്യ ഒഴുക്ക് വർദ്ധിപ്പിക്കുകയും
അതിന് അനുസൃതമായ ഉൽപാദന നേട്ടങ്ങൾ രാജ്യത്ത് ഉണ്ടാവുകയും ചെയ്യുന്നില്ല. ആഗോളതലത്തിൽ ഉയർന്ന വിലയിൽ സ്വർണം ഇറക്കുമതി ഒരു വർഷത്തേക്ക് കുറച്ചാൽ അല്ലെങ്കിൽ നിർത്തിയാൽ അത് പലതരത്തിലും രാജ്യത്തിനും രാജ്യത്തിലെ ജനങ്ങൾക്കും ഗുണമാവുകയും നമ്മുടെ രാജ്യത്തിലേക്കുള്ള സ്വർണത്തിന്റെ ഇറക്കുമതി കുറയുകയും ചെയ്യും. ഭാരതത്തിന്റെ സ്വർണ ഇറക്കുമതി ഇതിനകം കുത്തനെ ഇടിവ് കാണുന്ന സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ ഈ പരാമർശങ്ങൾ. രാഷ്ട്രീയമല്ല, രാഷ്ട്രമാണ് വലുത്. രാജ്യത്തിനായി, രാജ്യത്തിലെ ജനങ്ങൾക്കായി നൽകുന്ന ഓരോ ആഹ്വാനങ്ങളും അനുസരിക്കുക എന്നതും നമ്മുടെ രാജ്യത്തിനായുള്ള കരുതൽ തന്നെയാണ്. നമുക്കെല്ലാവർക്കും നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഓരോ ആൾക്കാർക്കും, ഓരോ വ്യക്തികൾക്കും പ്രവർത്തിക്കാം, ഒന്നിച്ച് പോരാടാം, ഒന്നിച്ച് നിലയുറപ്പിക്കാം നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി. മറ്റൊരു നല്ലൊരു വീഡിയോയുമായിട്ട് ഉടൻ വന്നിരിക്കുന്നവരെല്ലാവർക്കും ജയ് ഹിന്ദ്.